ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേദിക അഭിനയിക്കുന്ന പടത്തിൻ്റെ റിലീസ് ഡിസംബർ 14 എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ട് അറിയിച്ചു. പിന്നെ ജാഫ്രിഡിക്കും ദിലീഷ് പോത്തനും ഒക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഡിസംബർ 4 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് തെരിയ റീമേക്കാണ്. ഓൾറെഡി ഇതിൻ്റെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്ക്രീനിൽ കാണിക്കാം. ഒരു ഗംഭീര സീനാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ 12th ഫെയിൽ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച വിക്രാന്ത് മസ എന്ന് പറഞ്ഞ ആൾ പടത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് ആവുകയാണ്. കാരണം ആൾ ചിന്തിച്ചപ്പോൾ ഇനി വീട്ടിലേക്ക് ഒരു ഭർത്താവായിട്ടും അച്ഛനായിട്ടും മോനായിട്ടും വീട്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 2 പടം കൂടി ഉണ്ടാവും ലാസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 2025 ലാസ്റ്റ് പടങ്ങളൊക്കെ വരിക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 12th ഫെയിലിലെ ആളുടെ പെർഫോമൻസ് ഗംഭീരം തന്നെയായിരുന്നു. പിന്നെ സംക്രാന്തി വസ്ത്രം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഗോഡാരി കട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 11/7 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു രാവിലെ. ന്യൂ ആയത് മൂവി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പാർട്ണർ പുറത്തിറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നുള്ളത്. എന്തായാലും 1 million+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേമാതിരി ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ ഇപ്പോൾ. പിന്നെ തിരുമാനിക്കെന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രകന്യ അഭിനയിക്കുന്നതോടെ ഡിസംബർ 20 റിലീസിനെത്തുന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 ആഴ്ചയിലത്തെ അതേമാതിരി വീക്കെൻഡ് എന്ന് വെച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ 2 ആഴ്ചയും 3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കളക്ഷൻ 35.56 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ അളങ്കു എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഡിസംബർ 27 പാട്ട് റിലീസാകാൻ പോകുന്നത്. മാൻ vs ഡോഗ് എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പോസ്റ്ററിൽ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഗുണനിധി, ചെമ്പൻ വിനോദ്, കാളി വെങ്കട്ട്, ശരത് അപ്പാനി ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടത്തിലത്തെ നാനാ കുടികാരൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. ഡിസംബർ 20 പാട്ട് റിലീസാവുക. പിന്നെ മിസ്സി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ പടം നവംബർ 29 ഇറങ്ങായിരുന്നതാണ്. പിന്നെ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിലായിരിക്കും പിന്നെ റിലീസ് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഡിസംബർ 13 എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ വർഷ ബെല്ലമ്മ അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ കനകം എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബുൽബുലയ 3 എന്ന് പറഞ്ഞ പടം 422.31 കോടിയാണ് വേൾഡ് വൈഡായി നേടിയെന്നാണ് അവർ ഒഫീഷ്യലായി അറിയിച്ചിട്ടുള്ളത്. പിന്നെ ബാലു വർഗീസ്, അർജുന അശോകൻ, അനശ്വര അജംബരൊക്കെ അഭിനയിക്കുന്ന എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പടം ജനുവരി 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂതു കൗൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ 11 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളിയേട്ടൻ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങുന്നു. അതിൻ്റെ വീക്കെൻഡ് കഴിയുമ്പോൾ 48 ലക്ഷമാണ് മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഡി എക്സ്ട്രാ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജും ഞാറുമൂടും മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ഒരു സൈഡിലുള്ള ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ നെസ്ലിനും കല്യാണി പ്രിയദർശനും അഭിനയിക്കുന്ന FR ഫിലിംസ് എടുക്കുന്ന 7ാമത്തെ പടം അവിടത്തിൻ്റെ ബാംഗ്ലൂരിലത്തെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ഓൺലൈനിലൂടെ. ഒഫീഷ്യലി ഈ മാസം 2ാമത്തെ ആഴ്ചയിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിൽ സൂര്യയുടെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശ ഉണ്ടാവും, അതേമാതിരി സ്വാസിക ഉണ്ടാവും. പിന്നെ അനക്ക മായാരവി എന്ന് പറഞ്ഞിട്ടുള്ള കാതലിൽ അഭിനയിച്ച ആളുണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരുന്നു. അതുകൂടാതെ രവിതേജ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ക്യാമിയോ ആയിട്ട്. ഇതിൻ്റെ മുന്നേ നമുക്ക് കേട്ടത് എന്താ വെച്ചാൽ ഈ രവിതേജ അഭിനയിച്ച വീരൻ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ചെറിയ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ പടത്തിലേക്ക് എന്നുള്ളതാണ്. എന്തായാലും ആളെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ സൂര്യയുടെ 44ാമത്തെ പടം സൂര്യ 44 കാർത്തിക് സുബ്രാജ് എടുക്കുന്നതോടാണ്. ഈ പടത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ ഡിസംബറിൽ വെച്ചാൽ ഈ മാസം 2nd വീക്കിലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ന്യൂ ഇയറിനായിട്ടുണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീഹാസനെ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഡിസംബർ 31 അല്ലെങ്കിൽ ജനുവരി 1 ആയിട്ടായിരിക്കും ഇവരുണ്ടാവാൻ തോന്നുന്നുണ്ട്. പിന്നെ വാടിവാസൽ എന്ന് പറഞ്ഞിട്ട് വെട്ടുമാരെടുക്കുന്ന ഒരു പടമുണ്ട് സൂര്യക്ക്. അത് സൂര്യയുടെ 46ാമത്തെ പടം എന്നുള്ളതൊക്കെ കേട്ടിരുന്നു. പക്ഷെ 46ാമത്തെ പടം മിക്കവാറും കൈദി 2 ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം കൈദി 2-ൽ ദില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനും റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനും ഏകദേശം ഈക്വൽ റോളാണെന്നുള്ളതൊക്കെ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ 46ാമത്തെ പടം കൈദി 2 ആയിരിക്കും. അപ്പോൾ 47ാമത്തെ പടമായിരിക്കും വാടിവാസൽ. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് റൂമേഴ്സൊക്കെ വന്നിരുന്ന ഏപ്രിൽ 2025 ഷൂട്ടിംഗ് സ്റ്റാർട്ടാവും. ഡിസംബർ 2025 ഷൂട്ട് കംപ്ലീറ്റ് ആവും എന്നുള്ളതൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കായിട്ട് ഒരു കൊല്ലത്തോളം ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നിട്ട് 2027 പൊങ്കലിലായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ സൂര്യയുടെ 47ാമത്തെ അല്ലെങ്കിൽ 46ാമത്തെ പടം വാടിവാസൽ തന്നെ അത് കൺഫേമായി. പിന്നെ ഇവിടുത്തെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങാൻ പോവുകയാണ്. സൂര്യയും വിജയ് സേതുപതിയൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ഫസ്റ്റ് പാർട്ടിൽ സൂര്യക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം, സെക്കൻഡ് പാർട്ടിൽ വിജയ് സേതുപതിക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്തായാലും ഈ പടം ഈ മാസം 20 റിലീസിനെത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഇവിടുത്തെ പാർട്ട് 3 ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇവിടുത്തെ പാർട്ട് 3 ഇറക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ലീഡ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പടത്തിൽ നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. ശോഭനയും മോഹൻലാലും കൂടിയിട്ടുള്ളത്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അവരിങ്ങനെ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ നോക്കിയിട്ട് കസാരയിരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എൽ ടെമ്പുര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ജനുവരി 1 ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും 14 മാസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 1 ഷൂട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയതാണ്. ടീസർ വരട്ടെ. മാർച്ച് 27 പടം റിലീസാവുന്നത്. പിന്നെ എൽ ടെമ്പുര എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത ടൈസൺ എന്ന് പറഞ്ഞ പടമാണ്.
പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അത് ഹോം വാലി ഫിലിംസ് ആണ് എടുക്കുന്നത്. എന്തായാലും എപ്പോൾ തുടങ്ങുമെന്നുള്ള അറിയില്ല. പിന്നെ രജനീകാന്തിൻ്റെ ബർത്ത്ഡേ ഈ വരുന്ന ഡിസംബർ 12 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂലി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിപ്പോൾ ടീസർ ആയിരിക്കുമോ വല്ല ഗ്ലിംസ് ആയിരിക്കും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ പോസ്റ്ററും ആയിരിക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവർ യോഗേഷ് ശനിരാജ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ തലപതി ശ്രീനാഥൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഈ ഡിസംബർ 31 അല്ലെങ്കിൽ ജനുവരി 1 ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. 31 വരെയാണ് കൂടുതൽ ചാൻസ്. ചിലപ്പോൾ 1 രണ്ടാമത്തെ പോസ്റ്ററും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഗംഭീര പോസ്റ്റർ തന്നെ ആവട്ടെ. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയുടെ മുകളിലേക്കായിട്ടുണ്ട്. പ്രീ സെയിൽസിൽ മാത്രം ഭയങ്കര കളക്ഷൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതും ഗംഭീരമാവട്ടെ. പിന്നെ ഹൈദരാബാദിലിരുന്ന് ഇന്നലെ അതിൻ്റെ പ്രൊമോഷൻ ഇവൻ്റ് നടന്നതെന്ന്. അപ്പോൾ താങ്ക് യു ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ചെയ്യാൻ വിക്രം അഭിനയിക്കുന്നതാണ്. ഇതിൽ ആളുടെ തിരിച്ചുവരവ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പടം ജനുവരി 24 2025 റിലീസിനെത്തുന്നുള്ള കേൾക്കുന്നത്. എന്തായാലും ഈ പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് 2 ആണ് ഇറങ്ങുന്നത്, പിന്നെയാണ് പാർട്ട് 1 ഇറങ്ങുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വില കൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.